വീട്ടിലേക്ക് പോകാനും അമ്മേനെ കാണാനുള്ള പിള്ളേരുടെ ആകാംക്ഷ കാരണം ഇരുന്ന് ഭക്ഷണം കഴിക്കണില്ല കേട്ടോ. ലഞ്ചിന് പകരം രാവിലത്തെ ഇടിയപ്പം തന്നെയാണ് കഴിക്കുന്നത്. ചോറ് വീട്ടിൽ ചെന്നിട്ട് കഴിച്ചോളാന്നാണ് പറഞ്ഞത്. ഫുഡ് വേണ്ട ചേച്ചമ്മേ, നമുക്ക് വീട്ടിൽ പോവാം, വേഗം ഓട്ടോറിക്ഷ വിളിക്കുമെന്നും പറഞ്ഞ് സ്റ്റീവൂട്ടൻ ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കാതെ പോയി അവിടെ എത്തുമ്പോഴേക്കും അരമണിക്കൂർ പിന്നെയും കഴിയുമല്ലോ. അപ്പോൾ പിന്നെ നിനക്ക് ക്ഷീണമായിരിക്കുമോടാ, ഓട്ടോയിലിരുന്ന് ഉറങ്ങിപ്പോടാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു കണക്കിനാണ് അവനെ കൊണ്ട് ഭക്ഷണം കഴിപ്പിച്ചത് കേട്ടോ. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച ശേഷമാണ് ജൂഡ്സൺ ഓട്ടോ വിളിച്ചത് കേട്ടോ. അങ്ങനെ ഓട്ടോ വന്ന് ഞങ്ങളതേ പ്രാർത്ഥിച്ചൊക്കെ ഇറങ്ങണേണ് കേട്ടോ. എവിടെ പോയാലും ഓട്ടോയ്ക്ക് ഇറങ്ങിയാലും ഹെൽമെറ്റ് കയ്യിൽ വെക്കും. കാരണം സീമയുടെ അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീമയുടെ കൂടെ സ്കൂട്ടറിനാണല്ലോ അവിടെ ഇവിടെയൊക്കെ പോകുന്നത്. അപ്പോൾ ഹെൽമെറ്റ് മസ്റ്റാണല്ലോ. അതുപോലെ തിരിച്ച് വരുമ്പോഴാണെങ്കിലും ജൂഡ്സൻ്റെ ഒപ്പമാണ് വരുന്നതെങ്കിലും ഹെൽമെറ്റ് ആവശ്യമാണല്ലോ. അതുകൊണ്ട് കാറിന് പോയാലും ശരി, ഓട്ടോയ്ക്ക് യൂബറിന് പോയാലും ശരി, നമ്മൾ ഹെൽമെറ്റ് കയ്യിൽ പിടിച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. സ്റ്റീവൂട്ടിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ. അവൻ എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഓട്ടോയിലിരുന്ന് അവൻ ഡാൻസ് കളിച്ചേനെ. ഒരു കണക്കിനാണ് അവനെ തുള്ളലിൽ നിന്ന് അടക്കി പിടിച്ച് ഇരുത്തിയത്. സ്റ്റാനിമോളാണെങ്കിൽ അതിലേ പോരുമ്പോൾ ജൂസിയുടെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ടാണ് പോകുന്നത്. ചേച്ചമ്മേ, നമ്മൾ ജൂസിയുടെ വഴി കൂടിയാണോ പോണത്? സാധാരണ വരുന്ന വഴിയാണ്, മുണ്ടമേലിയിലോട്ട് വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിലോട്ട് വരുന്ന വഴി തന്നെയാണ്. പക്ഷെ ജൂസി കയറി കഴിഞ്ഞപ്പോൾ അവളത് ജൂസിയുടെ വഴിയാക്കി. അങ്ങനെ നമ്മുടെ പതിവ് കായൽ കാഴ്ചകളൊക്കെ കണ്ട് അപ്പോൾ ഒരു പരുന്ത് വല്ലാണ്ട് താഴ്ന്ന് പറക്കണുണ്ടായിരുന്നേ. അതിൻ്റെ ബ്രൗൺ കളറിലെ മോൾ ഭാഗവും വൈറ്റ് കളറിലെ അടിഭാഗവും ഒക്കെ ശരിക്കും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയിട്ടാ. നല്ല ഭംഗിയായിരുന്നു വെള്ളത്തിനോട് അടുത്ത് അങ്ങനെ പരുന്ത് പറക്കുന്നത് കാണാൻ. അവളത് ക്യാപ്ചർ ചെയ്യാൻ വിട്ടുപോയി. ഈ കണ്ണാടിക്കാട് ബസ് സ്റ്റോപ്പിനടുത്ത് എത്തുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. എവിടെ പോയിട്ട് വരുവാണെങ്കിലും എല്ലാ ദിവസവും വരുവാണെങ്കിലും, കാരണം ജനിച്ച് വളർന്ന സ്ഥലവും ഓടിക്കളിച്ച് നടന്ന വഴികളൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഇതാന്ന് പറയണ സമയം കൊണ്ട് ഞങ്ങൾ വീടെത്തി. സ്റ്റീവൂട്ടിനാണെങ്കിൽ ഓട്ടോയിൽ നിന്ന് ഇറങ്ങാൻ ഭയങ്കര ധൃതിയായിരുന്നേ. എന്നെ തട്ടിയിട്ടില്ലെന്നേ ഉള്ളൂ. അവൻ ഓടി ഇറങ്ങി മമ്മയുടെ അടുത്തോട്ടാണ് കേട്ടോ ഓടിപ്പോയത്. സ്റ്റീവൂട്ടിന് ഓടി ഇറങ്ങിയപ്പോഴേക്കും സ്റ്റാനിമോളും പുറകെ തന്നെ ഇറങ്ങിയേ. അപ്പോൾ ഓട്ടോൻ്റെ സ്വരം കേട്ടിട്ട് സീമ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അമ്മച്ചിക്കായിരുന്നിട്ട് അവനെ കാണാനായിട്ട് ഭയങ്കര ഉത്സാഹം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതു നേരം അവൻ അമ്മച്ചിയുടെ അടുത്താണ് കിടന്നുറങ്ങണതും അമ്മച്ചിനെ കെട്ടിപ്പിടിച്ചാണ് കിടക്കണതും. അപ്പോൾ അങ്ങനെ സീമയുടെ സന്തോഷവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയായിരുന്നു. 5 ദിവസം കാണാണ്ടായപ്പോഴേക്കും പീച്ചി കൂട്ടണമായിരുന്നു കേട്ടോ അമ്മച്ചി അവന്. കുടുംബത്തിൽ ആകെയുള്ള ഒരു ആൺതരിയാണേ. അതിൻ്റെ ഒരു ഇച്ചിരി വാത്സല്യം കൂടുതലുണ്ട് അവനോട്. അതിൻ്റെ ഒരു പരാതിയും പരിഭവവും സ്റ്റാനിമോക്കും ഉണ്ട് കേട്ടോ. അങ്ങനെ 2 പേരും അവരുടെ സാമ്രാജ്യത്തിലോട്ട് എത്തി.